വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം നിങ്ങൾ ഓൾറെഡി തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഗുരുവായൂർ വ്ളോഗാണ്. അപ്പോൾ ഞാനിപ്പം കുറച്ച് നാളായി ഗുരുവായൂർ പോയിട്ട്, അപ്പം വിചാരിച്ചു ഇപ്പോൾ ടൈം കിട്ടിയപ്പോൾ ഞാനും അമ്മയും കൂടെ ഒന്ന് ഗുരുവായൂർ പോയിട്ട് വരാമെന്ന് കരുതി. അപ്പോൾ ട്രെയിനിനാണ് പോകുന്നത്, ജസ്റ്റ് 2 ഡേയ്സേ ഉള്ളൂ. എന്നിരുന്നാൽ തന്നെ പാക്കിംഗ് ഒക്കെ ഉണ്ട് കുറച്ച്. അപ്പോൾ ഇനി കുറച്ച് പാക്കിംഗ് പരിപാടീസ് ഉണ്ട്, പിന്നെ ബാക്കിയൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. അങ്ങനെ മോർണിംഗ് റെഡിയൊക്കെ ആയി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ ട്രെയിൻ വരാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പം ഞാനും അമ്മയുടെ ഒരു ഫ്രണ്ടും ഹസ്ബൻഡും കൂടെയാണ് ഗുരുവായൂർ പോയിരുന്നത്. ഇതാണ് ഞങ്ങളുടെ ട്രെയിൻ, ജനശതാബ്ദി. മോർണിംഗ് 6:30 എത്തി. അപ്പോൾ വിൻഡോ സീറ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ സൈഡിൽ ട്രെയിനിലിരുന്ന് ഇങ്ങനെ വ്യൂ ഒക്കെ ആസ്വദിക്കാൻ നല്ല രസമല്ലേ. അങ്ങനെ ആ സൈഡിലെ ഗ്രീനറിയും വെള്ളമൊക്കെ കണ്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ തൃശ്ശൂർ സ്റ്റേഷനൊക്കെ എത്തി. അപ്പോൾ അമ്മയുടെ ഫ്രണ്ടും ഹസ്ബൻഡും വേറെ കമ്പാർട്ട്മെൻറ്റ്, ഞാനും അമ്മയും വേറെ കമ്പാർട്ട്മെൻറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഇറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ മീറ്റ് ചെയ്തത് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വേറൊരു കണക്റ്റിംഗ് ട്രെയിനായിരുന്നു ഗുരുവായൂരിലേക്കുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ തൃശ്ശൂർ ഇറങ്ങിയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ അടുത്ത ട്രെയിനിൽ കയറി നേരെ ഞങ്ങളുടെ ഹോട്ടൽ റൂമിലേക്കായിരുന്നു പോകുന്നത്. അപ്പോൾ അവിടെ ആണെങ്കിൽ നല്ല തിരക്കായതുകൊണ്ട് തന്നെ റൂം കിട്ടാൻ കുറച്ച് ലേറ്റായി. അങ്ങനെ ഗുരുവായൂരിലെത്തി ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് ചെന്നു. അപ്പോൾ റൂം ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നതാണ്. എന്നിരുന്നാൽ തന്നെ റൂം കിട്ടാനായിട്ട് 4 മണിയെങ്കിലും ആവും എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളവിടെ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ തന്നെ 2 മണിക്ക് മുന്നേ എത്തിയതാണ്. അപ്പം അല്ലെങ്കിൽ ഒരു 2:30, 3 ആവും കിട്ടാനെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഒന്ന് ഫുഡ് കഴിച്ചിട്ടൊക്കെ വന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പോയ വഴിയായിരുന്നു. പക്ഷേ ഫുഡ് കഴിക്കുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല, നല്ല വിശന്നൊക്കെ ഇരുന്നുകൊണ്ട് അതൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഇങ്ങനെ ഈ കമ്മലൊക്കെ കണ്ട് ഞാനൊന്ന് ഇങ്ങനെ നോക്കി നിന്നത്. അപ്പോൾ എന്തായാലും നല്ല ടയേർഡുമാണ്, ഓൾറെഡി റൂമൊന്നും ചെക്ക് ഇൻ ചെയ്തിട്ടുമില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നോക്കി അങ്ങ് പോയി. ഈവനിങ് വിശദമായിട്ടൊക്കെ വന്ന് നോക്കാമെന്നൊക്കെ കരുതി ഇങ്ങനെ എല്ലാ കടയും ഒന്ന് നോക്കി ഒന്ന് പോയി. പിന്നെ അമ്മയുടെ ആൻറ്റിയും കൂടെ ഒരു കടയിൽ ഈ മാലയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ അവർ സെറ്റ് സാരിയൊക്കെ വാങ്ങിയായിരുന്നു. പക്ഷേ എനിക്ക് ആ കടയിൽ ലൈറ്റിങ് അത്ര പോരാഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് അങ്ങ് പോയി. ഈവനിങ് ബാക്കി ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്നൊക്കെ കരുതി അമ്പലത്തിലൊക്കെ പോയിട്ട് അപ്പം തന്നെ ഇച്ചിരി ലേറ്റായി. അപ്പം ഞങ്ങൾ ചെന്നിട്ട് പിന്നെയും ഒരു 1 hour കഴിഞ്ഞിട്ടാണ് റൂമൊക്കെ കിട്ടിയത്. ഹലോ, ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അങ്ങനെ ഗുരുവായൂർ എത്തിയിട്ട് നേരെ ഹോട്ടലിലേക്കാണ് വന്നത്. ഹോട്ടലിൽ വന്നപ്പോൾ റൂം നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നതാണ്. പക്ഷേ ചെക്കൗട്ടായി കിട്ടാനായിട്ടൊരു 4 മണിയാവുമെന്ന് പറഞ്ഞു. അപ്പം ഓൾറെഡി നല്ല ടയേർഡായിരുന്നു. അപ്പോൾ ഒന്ന് ഫ്രഷൊക്കെ ആവണം. അപ്പം എന്തായാലും ഞങ്ങൾ ആ ഒരു ടൈമിന് പോയി ഫുഡ് കഴിക്കാൻ പോയി. ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വന്നപ്പോഴത്തേക്കും പിന്നെ എന്തായാലും കുറച്ച് നേരത്തിൽ ഒരു 2 മണിയായപ്പോൾ തന്നെ റൂം എന്തായാലും കിട്ടി. അങ്ങനെ ഇപ്പോൾ റൂമിൽ വന്നു, ഫ്രഷൊക്കെ ആയി. ഇനി ഒന്ന് കിടന്നുറങ്ങിയിട്ട് ഈവനിങ് എണീറ്റ് അമ്പലത്തിൽ പോകുന്ന നേരത്ത് കാണാം. ഇതാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്ത് നിന്ന് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ. അങ്ങനെയാണ് റൂംസൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ റൂം ദേ ഇവിടെ ആയിട്ട് വരും കാണുന്നിടത്ത്. ഹായ്, ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി അമ്പലത്തിൽ പോകാൻ കുറച്ച് ലേറ്റായിപ്പോൾ തന്നെ. ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് ഇച്ചിരി ലേറ്റായി. അപ്പോൾ ഇനി ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് കാണാം. അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ അന്ന് വൈകിട്ട് ഒരു 15-20 മിനിറ്റ്സിൽ തന്നെ തൊഴുതിറങ്ങി. സ്പെഷ്യൽ പാസ് ഉണ്ടായതുകൊണ്ട് ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഞങ്ങൾ മമ്മിയൂർ പോയി, പിന്നെ വെങ്കിടാചലപതി ടെമ്പിളിൽ പോയി, പിന്നെ അതുപോലെ പാർത്ഥസാരഥി ടെമ്പിളിൽ വന്നു. അവിടുത്തെ ഫേമസ് ഒരു വഴിപാടാണല്ലോ ഈ മുട്ടറക്കൽ, അങ്ങനെ അതുമൊക്കെ ചെയ്തു. അപ്പോൾ ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ ഈ 3 അമ്പലത്തിൽ മിക്കവാറും എല്ലാവരും പോകാറുള്ളതാണല്ലോ. എന്നിട്ട് ഇത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന് തൊട്ടടുത്തുള്ള ശ്രീവത്സം ഹോട്ടലാണ്. അപ്പോൾ അതിൻ്റെ ആ എൻട്രൻസ് ലോബിയാണ്. അപ്പോൾ അവിടെ തന്നെ വലിയൊരു കൃഷ്ണൻ്റെ സ്റ്റാച്യൂവും വിളക്കും ആനയും പിന്നെ അകത്ത് കുറേ മ്യൂറൽ പെയിൻറ്റിങ്സും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അവിടെ ലോബിയും ആ ഒരു ലൈറ്റിങ്ങും ആംബിയൻസും ഒക്കെ. അപ്പോൾ ഇത് പണ്ടുതൊട്ടേ ഉള്ള ഹോട്ടലാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെ അവരുടെ ആ ഒരു അകത്തുള്ള ഒരു ആംബിയൻസും പിന്നെ അതേപോലെ തന്നെ നമ്മൾ അവരുടെ മെയിൻ എൻട്രൻസ് ഗേറ്റിൽ നിന്ന് കയറുന്ന അവിടെ തന്നെ വലിയ വലിയ സ്റ്റാച്യൂസും ഒക്കെ ഉണ്ട്. നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ഒരു നട, സൗത്ത് നടയല്ലേ അമ്മ ഇത്? സൗത്ത് നട കാണാൻ പറ്റും. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ അവിടെ ഒരു വലിയ സ്റ്റാച്യു ഉണ്ട്, അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം.
അപ്പം നമ്മുടെ ശ്രീവത്സ ഹോട്ടലിൻ്റെ എൻട്രൻസിലോട്ട് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത് ഈ ഒരു മരപ്രഭുവിൻ്റെ സ്റ്റാച്ചു. അപ്പോൾ ഗുരുവായൂർ എന്ന് പറയുമ്പോഴത്തേക്ക് മൈൻഡിൽ വരുന്നത് ഈ ഗരുഡനും ഈ മരപ്രഭുവും ഒക്കെയാണ്. അപ്പോൾ ഈ സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിലായിട്ട് 2 സൈഡിലായിട്ട് 2 ആന, പിന്നെ നേരെ ആ ഹോട്ടലിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് ഞാൻ ആദ്യം കാണിച്ച ഗരുഡൻ, പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ സൗത്ത് നട. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് ഞങ്ങൾ മോർണിംഗ് അങ്ങനെ പ്രത്യേകിച്ച് കടയിലൊന്നും പോയതൊന്നുമില്ല. അപ്പം ജസ്റ്റ് നൈറ്റ് ആയപ്പോഴത്തേക്കും നൈറ്റ് ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ കടയൊക്കെ കാണാനും നല്ല ഭംഗിയാണല്ലോ അവിടെ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് കുറച്ച് ഷോപ്പിങ്ങിനും പിന്നെ അതുപോലെ നൈറ്റ് ഫുഡൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ നൈറ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ രാമകൃഷ്ണ കഫേയിലാണ് കയറിയത്. ഞാനൊരു ചന്ന ഭട്ടൂര, അമ്മേൻ്റെ ഹാൻഡിയും പൂരി, പിന്നെ അങ്കിൾ ഒരു മസാല ദോശയാണ് വാങ്ങിച്ചത്. നല്ല ഫുഡൊക്കെ ആയിരുന്നു. അവിടുത്തെ ചട്നി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് ഇറങ്ങി. അപ്പോൾ ഈ കീ ചെയിൻസും കൃഷ്ണൻ ഇങ്ങനെ മഞ്ചാടിയിലിരിക്കുന്ന വിഗ്രഹങ്ങൾ, പിന്നെ അതുപോലെ കമ്മലൊക്കെ ഞാൻ രാവിലെ ഇങ്ങനെ പോകുന്ന വഴി ഇങ്ങനെ നോക്കിയായിരുന്നു. അപ്പോൾ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ സമയം കിട്ടിയില്ല. അങ്ങനെ അതൊക്കെ നോക്കാനായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇറങ്ങി. അപ്പോൾ ആ കൃഷ്ണൻ മഞ്ചാടി ഇരിക്കുന്ന ഇവിടുത്തെ ഫേമസ് ഒരു സ്റ്റാച്ചു ആണല്ലോ. അപ്പോൾ അതിന് 150 റുപ്പീസ് തൊട്ടൊക്കെയാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ ഈ വള കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ മഞ്ജു വാര്യർ ഏതോ ഒരു പോസ്റ്ററിൽ ഇതിൻ്റെ ബ്ലാക്ക് മെറ്റൽ സെയിം ഈ വള ഇട്ടേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഉള്ള ഗോൾഡൻ ബാംഗിൾസൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണല്ലോ. അപ്പോൾ അതിൻ്റെ കുറേ മോഡൽസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ഫ്രണ്ടിൽ ആദ്യം കാണിച്ച കുറേ മാലകൾ, അതൊക്കെ ഇങ്ങനെ ഈ ട്രഡീഷണൽ ലുക്കിൻ്റെ കൂടെയൊക്കെ ഇടുന്ന കൈൻഡ് ഓഫ് മാലയൊക്കെ ആയിരുന്നു. പിന്നെ അല്ലാത്ത ചെയിൻസും ഇതുപോലത്തെ ഉള്ള ചെയിൻസൊക്കെ ഉണ്ട്. പിന്നെ ബ്ലാക്ക് മെറ്റലിൻ്റെ ബാംഗിൾസ്, കുപ്പിവള, ക്ലിപ്സ്, അങ്ങനെ കുറേ എല്ലാ ഐറ്റംസും, മോസ്റ്റ്ലി ഗേൾസിൻ്റെ ഫുൾ ഫാൻസി ഐറ്റംസും ജ്വല്ലറീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അകത്തോട്ട് കയറുമ്പം ഫുള്ള് കമ്മലിൻ്റേതായിട്ടുള്ള സെക്ഷൻസ് ആയിരുന്നു. അങ്ങനെ അവിടുന്ന് അകത്തേക്ക് കയറിയപ്പോൾ ഫുള്ള് ഇയറിങ്സിൻ്റെ സെക്ഷനാണ്. അതും നല്ല ലോങ് ഹാങ്ങിങ് ഇയറിങ്സും ബ്ലാക്ക് മെറ്റലിൻ്റെതും ട്രഡീഷണൽ ഗോൾഡൻ കളറിലെ ജുംക്കാസും ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ പേഴ്സണലി 90% ഓഫ് ദ ടൈം ഇടാറുള്ളത് സ്റ്റഡ്സാണ്. പക്ഷേ എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ജ്വല്ലറി ഐറ്റംസാണ് ഈ ഇയറിങ് എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെയുള്ള ലോങ് ഹാങ്ങിങ്സും ജുംക്കാസും ഒക്കെ ഞാൻ ഇടാറുള്ള വല്ല ഫങ്ഷൻസിനോ പാർട്ടീസിനോ അല്ലെങ്കിൽ ട്രഡീഷണൽ വെയറിൻ്റെ കൂടെയൊക്കെയാണ്. അല്ലെങ്കിൽ 90% ഓഫ് ദ ടൈമും ഞാനും ഇടാറുള്ളത് സ്റ്റഡ് തന്നെയാണ്. അത് ഞാൻ സ്കൂളിൽ തൊട്ടേ അങ്ങനെ ശീലിച്ച് അതൊരു ശീലമായി. പക്ഷേ അമ്മ എപ്പോഴും പറയും ഓരോ ഡ്രസ്സിൻ്റെ കൂടെ ഓരോ രീതിയിലുള്ള ഇയറിങ്സും ജ്വല്ലറീസും ഒക്കെ ഇടണം, ട്രഡീഷണൽ വെയറിൻ്റെ കൂടെയൊക്കെ ജുംക്ക ഇടണം, അല്ല ചില ഡ്രസ്സിൻ്റെ കൂടെ നല്ല ലോങ് ഇയറിങ്സ്, പിന്നെ അല്ലെങ്കിൽ അമ്മയ്ക്ക് റിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അങ്ങനത്തെ ഉള്ളതൊക്കെ ഇടണം എന്നൊക്കെ പറയും. അപ്പം അമ്മ ഭയങ്കര ഫാഷൻ സെൻസൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഞാനിപ്പോൾ സ്കൂളിലും കോളേജിലും ഒക്കെ പോകുമ്പോഴായാലും അമ്മയ്ക്കായിരുന്നു അവിടെ ഫാൻസ് കൂടുതൽ. കാരണം എൻ്റെ എല്ലാ സാധനങ്ങളും ജ്വല്ലറീസ് എന്നല്ല, ഡ്രസ്സായാലും ചപ്പലായാലും ഒക്കെ സെലക്ട് ചെയ്ത് തരുന്ന ആൾ അമ്മയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഡ്രസ്സിനും ജ്വല്ലറീസിനും ചപ്പൽസിനായാലും എല്ലാത്തിനും കോംപ്ലിമെൻറ്റ്സ് കിട്ടാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ചോദിക്കുമ്പം ആര് വാങ്ങിച്ചു തന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഞാൻ അമ്മ എന്ന് പറയുന്നതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആയാലും അമ്മയുടെ ഭയങ്കര വലിയ ഫാനാണ്. കാരണം അമ്മയാണ് ഇതൊക്കെ സെലക്ട് ചെയ്ത് തരാറ്.
അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ അമ്മ ഇങ്ങനെ ഓരോ കമ്മൽ കാണിക്കുക. അമ്മ പറയുന്നത് ഇതൊക്കെ കാണിച്ചു കൊടുക്കുക, ഇതൊക്കെ വെറൈറ്റി മോഡലാണ്. അപ്പോൾ ഞാനല്ല ഇതൊക്കെ സെലക്ട് ചെയ്യുന്ന കൂടുതലും അമ്മ തന്നെയാണ്. ഇപ്പോൾ ഇങ്ങനെ ഈ കടയിലൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ നോക്കുമെങ്കിലും അമ്മയാണ് സെലക്ട് ചെയ്ത് തരാറെല്ലാം. അപ്പം ഞാനില്ലാതെ പോകുമ്പോഴായാലും അമ്മ പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി ഓരോന്നൊക്കെ കണ്ട് ഇഷ്ടപ്പെടുമ്പോഴത്തേക്കും അമ്മ തന്നെ വാങ്ങിച്ചുകൊണ്ട് വരും കമ്മലൊക്കെ. ഇതൊക്കെ ഫുള്ള് ട്രഡീഷണൽ ആയിട്ടുള്ള ഇയറിങ്സാണ്, ജുംക്ക പോലത്തെ. അപ്പോൾ ട്രഡീഷണൽ ബാൻഡ് കൂടെയൊക്കെ നല്ല രസമായിരിക്കും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കാണാനായിട്ട്. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെയുള്ള ജ്വല്ലറീസൊക്കെ കാണാനും ഇടാനും ഒക്കെ. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ഇടുന്നത് സ്റ്റഡ്സ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ കടയിൽ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ഓപ്പോസിറ്റ് എൻ്റെ അമ്മയുടെ പേരുള്ളൊരു കട കണ്ടു, ശോഭ സ്റ്റോഴ്സ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൂവൊക്കെ രാവിലെ വെക്കാനായിട്ട് അമ്പലത്തിൽ പോകുമ്പോൾ വെക്കാൻ കുറച്ച് പൂവൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നെക്സ്റ്റ് കടയിലേക്ക് പോകുന്ന വഴി ഞാൻ ഇങ്ങനെ ഒരു കട ഉണ്ട്, ഒരു ഹാൻഡിക്രാഫ്റ്റ്സ് ഐറ്റംസിൻ്റെ ഷോപ്പാണ്. അവിടെ ഫുൾ ഇതുപോലെ കൃഷ്ണൻ്റെ സ്റ്റാച്യൂസൊക്കെയാണ് കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ആ ഒരു ലൈറ്റിലൊക്കെ ആ കടയുടെ പുറത്തായാലും അകത്തായാലും ആ കൃഷ്ണൻ്റെയൊക്കെ വിഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ നീറ്റായിട്ട് നല്ല അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന കാണാൻ തന്നെ ഒരു രസമുണ്ടായിരുന്നു, കുറേ നെറ്റിപ്പട്ടവും ഒക്കെ ആയിട്ട്. ഈ ഇയറിംഗ് ഉണ്ട് നമ്മുടെ തിരുമല ടെമ്പിളിൻ്റെ പോലത്തെ ഷേപ്പിലേക്ക് അങ്ങനത്തെ കുറച്ച് മോഡൽ ബിഗ് ഇയറിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞാനങ്ങനെ ഒരു ഇയറിംഗ് ഒക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു, ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ. അങ്ങനെ അവസാനം ഞാനൊരു 2-3 ഇയറിങ്സ് ഒക്കെ വാങ്ങി. അപ്പോൾ ഇത് സിമ്പിളായിട്ട് എല്ലാത്തിൻ്റെയും കൂടെ ഇടാൻ പറ്റുന്ന ഒരു ഇയറിംഗ്, അങ്ങനെ ഞാൻ അതും വാങ്ങി. എൻ്റെ ഒരു കമ്മൽ വാങ്ങിക്കാനായിട്ടുള്ള കടയൊക്കെ കയറി ഇറങ്ങി അവസാനം 2-3 കമ്മലൊക്കെ വാങ്ങിച്ച് രാത്രി 10 മണിയായി. എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തിയപ്പോൾ അപ്പം തന്നെ അമ്മയ്ക്ക് കാലും മുട്ടുമൊക്കെ വേദന എടുക്കാൻ തുടങ്ങി. എൻ്റെ കാല് തന്നെ വേദന എടുക്കാൻ തുടങ്ങി. ലാസ്റ്റ് അമ്മ പറഞ്ഞു ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് പെട്ടെന്ന് വരാൻ. അങ്ങനെ ഞങ്ങൾ ഒരു 11 o'clock ആയപ്പോൾ കിടന്നിട്ട് കാര്യമായിട്ട് ഉറങ്ങിയതൊന്നുമില്ല. എന്നിട്ട് രാവിലെ തന്നെ 2 o'clock തന്നെ എണീറ്റ് കുളിച്ചിട്ട് നിർമ്മാലയം തൊഴുതാനായിട്ട് അമ്പലത്തിൽ പോകുമായിരുന്നു. ഇത് ഗുരുവായൂർ പോകുമ്പോഴത്തേക്കും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണമെന്ന് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു ഷോപ്പാണ്. അവിടുത്തെ കോൾഡ് കോഫി അതുപോലെ തന്നെ കോൾഡ് ചോക്ലേറ്റ്. നമ്മുടെ രാമകൃഷ്ണ കഫേയോട് ചേർന്നിരിക്കുന്ന നെസ്കഫേയുടെ ഒരു ഔട്ട്ലെറ്റാണ്. അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ റീൽസ് കണ്ട് ഭയങ്കര വൈറലായിരുന്നല്ലോ. അങ്ങനെ ഞാൻ കോൾഡ് കോഫിയും കോൾഡ് ചോക്ലേറ്റും ട്രൈ ചെയ്തു. അപ്പോൾ ട്രൈ ചെയ്തതിൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കോൾഡ് ചോക്ലേറ്റ് ആയിരുന്നു. കോൾഡ് കോഫി അത്രയ്ക്ക് അങ്ങോട്ട് പോരാ, ഒരു കഫീൻ്റെ ടേസ്റ്റ് നല്ല മുന്നിൽ നിൽപ്പുണ്ട്. അപ്പോൾ ആ ഒരു കയ്പ്പ് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഡോളിൻ്റെ കീച്ചെയിൻ ഞാൻ ഇങ്ങനെ ഒരു കടയിൽ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നി. എനിക്കിപ്പോഴും ഇതുപോലത്തെ ഉള്ള ഡോൾസിൻ്റെയൊക്കെ കീച്ചെയിൻസ് പോലത്തെ ഉള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഗേൾസിനൊക്കെ പൊതുവേ ഇഷ്ടമായിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തത്. ഹലോ, അപ്പോൾ ഇപ്പോൾ വീണ്ടും ഞാൻ ടെമ്പിളിൽ നിൽക്കുകയാണ്. ഇന്നലെ രാത്രി കിടന്നിട്ട് ഞാനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കിടന്നതല്ലാതെ ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ല. സ്ഥലം മാറിയൊക്കെ കിടന്നതിൻ്റെയൊക്കെ ആവും. അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ നിർമ്മാല്യം തൊഴുതാനായിട്ട് 2 മണിയായപ്പോഴേ എണീറ്റ് വന്ന് ക്യൂവിൽ നിന്ന് രാവിലെ ഒരു 7:30 മണി വരെ ഒരു 5 മണിക്കൂറൊക്കെ ക്യൂ നിന്ന് തൊഴുതു. എന്നിട്ട് വീണ്ടും ഒന്ന് റൂമിൽ പോയി ഫ്രഷായിട്ട് വന്നു. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോവാം. അപ്പോൾ ഗുഡ് ബൈ ടു ഗുരുവായൂർ. ഹലോ, അങ്ങനെ അമ്പലത്തിൽ നിന്ന് വന്ന ഡേ എനിക്ക് വ്ളോഗ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. നല്ല ടയേർഡായതുകൊണ്ട് ഉറങ്ങിപ്പോയി. പിന്നെ നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്കും കുറച്ച് പനി പോലെയൊക്കെ ആയി, ആകെ ടയേർഡായി വയ്യായിരുന്നു. അപ്പം ഇന്നാണ് ഒന്ന് ഓക്കെ ആയത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് വ്ളോഗ് കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.